ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്കുകളിൽ ഒന്നാണ് പ്ലം കേക്ക്. ഇത് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ക്രിസ്മസിന് മാത്രമല്ല അല്ലാത്ത സമയത്ത് ഞാനിത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക എനിക്ക് പ്ലം കേക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്ലം കേക്ക് ആൽക്കഹോളിക് അല്ല, നോൺ ആൽക്കഹോളിക് ആണ്. പ്ലം കേക്ക് ചെയ്യുന്നതിന് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ സോക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ ഇതേപോലത്തെ ചെറി ഉണ്ടല്ലോ, ഇത് ചെറിയ പീസാക്കി 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, അതായത് 1/4 കപ്പ്. അടുത്തത് ടൂട്ടി ഫ്രൂട്ടി 4 ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റെഡ് കളറാണ്. എൻ്റെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ പല കളർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ പല കളർ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ചേർത്തിട്ട് 4 ടേബിൾ സ്പൂൺ എടുക്കണം. പപ്പായ ഉണ്ടല്ലോ, അത് പഞ്ചസാര പാനിയിലിട്ട് വിളയിച്ചെടുക്കുന്നതാണ് ഈ ടൂട്ടി ഫ്രൂട്ടി. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞ് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡേറ്റ്സ് എടുക്കുമ്പോഴുണ്ടല്ലോ, ഒരുപാടങ്ങ് പഴുത്ത് കുഴഞ്ഞിരിക്കുന്ന പോലുള്ള ഡേറ്റ്സ് എടുക്കരുത്. അങ്ങനത്തെ എടുക്കുകയാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത സമയത്ത് ഇതെല്ലാം കൂടി കൂടിക്കുഴഞ്ഞ് കട്ട കിട്ടുന്ന പോലെയാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓറഞ്ച് തൊലി വിളയിച്ചത് 2 ടേബിൾ സ്പൂൺ. ഇത് നമ്മുടെ പ്ലം കേക്കിൽ മസ്റ്റായിട്ടും ചേർത്തിരിക്കണം. ഇത് പ്ലം കേക്കിന് നല്ലൊരു മണവും ടേസ്റ്റും എല്ലാം തരുന്ന ഒന്നാണ്. ഇതത്രയ്ക്ക് വലിയ റേറ്റൊന്നുമില്ല, പക്ഷെ സംഭവം കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എല്ലാ ഷോപ്പിലും നമുക്കിത് കിട്ടില്ല കേട്ടോ. ഇനി ഓറഞ്ച് വിളയിച്ചത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ച് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം തൊലിയുടെ എല്ലാ ഭാഗം ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് പീൽ ചെയ്തെടുക്കുക. വൈറ്റ് പോർഷൻ വരാനേ പാടില്ല. എന്നിട്ട് ചെറിയ പീസാക്കി 10 മിനിറ്റോളം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അങ്ങനെ വെള്ളം മാറ്റി മാറ്റി 2-3 തവണ ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് അരിപ്പയിൽ അരിച്ചെടുത്ത് പഞ്ചസാര പാനിയിലിട്ട് വിളയിച്ചെടുക്കുന്നതാണ് നമ്മളുടെ ഓറഞ്ച് തൊലി വിളയിച്ചത്. ഇത് ഇഞ്ചി വിളയിച്ചതാണ് 2 ടേബിൾ സ്പൂൺ. പിന്നെ ബ്ലാക്ക് റേസിൻസ് 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതെടുക്കുമ്പം പ്രത്യേകിച്ച് അരി ഇല്ലാത്തത് നോക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നിങ്ങൾക്ക് എടുക്കാം. ഇത് തന്നെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല. പിന്നെ ഓറഞ്ച് വിളയിച്ചതും ഇഞ്ചി വിളയിച്ചതും ഒക്കെ മസ്റ്റായിട്ടും എടുക്കാൻ നോക്കുക. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യുന്നത് ഞാൻ ഓറഞ്ച് ജ്യൂസിലാണ്. അതിന് വേണ്ടിയിട്ട് 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഓറഞ്ച് ജ്യൂസ് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പോളം ആവശ്യമുണ്ട്. ഇനി ഓറഞ്ച് ജ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേപ്സിൻ്റെ ജ്യൂസിലൊക്കെ ചെയ്യാം. ഏത് ജ്യൂസ് എടുത്താലും നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഒറിജിനലായിട്ടുള്ള ജ്യൂസ് തന്നെ എടുക്കുക. ഇപ്പോൾ ഓറഞ്ച് പിഴിഞ്ഞ് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 3 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തപ്പോഴുണ്ടല്ലോ എനിക്ക് ഇത്രയും കിട്ടിയില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഓറഞ്ചും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ഓറഞ്ചിൻ്റെ ജ്യൂസാണിത്. ഇനി നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഞാനിപ്പോൾ ഇത് ഇന്ന് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നാളെയാണ് എടുക്കുന്നത്. നാളെയാണ് നമ്മൾ പ്ലം കേക്ക് ചെയ്യുന്നത്. ഇങ്ങനെ സോക്ക് ചെയ്ത് ഒരു ദിവസം തന്നെ വെക്കാൻ നോക്കുക. ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കുക. അപ്പം ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇന്ന് നമ്മൾ പ്ലം കേക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇന്നലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണിത്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോകാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ മുന്നേ ഞാൻ വെളിയിലെടുത്ത് വെച്ചതാണ്. നോക്കി ഓറഞ്ച് ജ്യൂസൊക്കെ നല്ലതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൽ പിടിച്ച് നല്ലപോലെ സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. കരിച്ചെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര കരിഞ്ഞു പോകരുത്. എന്ന് വെച്ചാൽ ബ്രൗൺ കളറല്ല, അതിനെക്കാട്ടും നല്ലതുപോലെ കറുത്ത പോലെ ഒന്ന് ഡാർക്ക് ബ്രൗണിനെക്കാട്ടിയും കുറച്ചും കൂടി ഒന്ന് നല്ല കളറിൽ വരണം. അതിന് കരിച്ചെടുക്കുക എന്ന് തന്നെയാണ് പറയുക, അല്ലാതെ കരിഞ്ഞു പോകുന്നത് കൊണ്ടല്ല കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇപ്പം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കുറച്ചെങ്കിലും പഞ്ചസാര കരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് പാടെ മാറിപ്പോവും. ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെൽറ്റായി വരുന്നുണ്ട്. ഈ ടൈമിൽ ഫ്ലെയിം സിമ്മിൽ തന്നെ വെക്കുക. ഇപ്പോൾ ഒരു ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും കളറല്ലല്ലോ വേണ്ടത്. ഇപ്പം ചെറുതായിട്ട് ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് കുറച്ച് ബാക്കിലോട്ട് മാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ കളറൊക്കെ നോക്കേ, ഒരു കട്ടൻ ചായ പോലെ ആയിട്ടില്ലേ? ഇപ്പം നമ്മൾ 1 കപ്പ് വെള്ളമാണല്ലോ ഒഴിച്ചത്. ഇത് 1/2 കപ്പ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് ഏകദേശം 1/2 കപ്പോളം തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ലതുപോലെ ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും. ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കേക്കിലേക്ക് ആഡ് ചെയ്യേണ്ടതും. അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ച് ഹൈറ്റുള്ള ഒരു കേക്ക് ടിന്നാണ്. പ്ലം കേക്ക് സാധാരണ കേക്ക് പോലെയല്ല, ബേക്ക് ആവാനായിട്ട് കുറച്ചധികം സമയം തന്നെ എടുക്കും. പിന്നെ ഇത് ഹൈറ്റുള്ള കേക്ക് ടിന്നായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയം എന്തായാലും എടുക്കും. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് മൈദ. ഇതിപ്പോൾ 1 കപ്പ് ആയിട്ടുണ്ട്. ഇനി 1/2 കപ്പും കൂടി വേണം. 1/2 കപ്പ് മൈദ കൂടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സ്പൈസസ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. പൊടിക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഗ്രാമ്പു 6 എണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്. കറുവപ്പട്ട പൊടിച്ചത് 1/4 ടീസ്പൂൺ. ജാതിക്ക 1/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ഇത്രയും കൂടി നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തവണ അരിച്ചെടുക്കുക. മറ്റ് കേക്കുകളെ പോലെയല്ല, ഒരു തവണ അരിച്ചാൽ മതിയാകും. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒന്ന് അടച്ച് മാറ്റി വയ്ക്കണേ, അല്ലെങ്കിൽ ഈ സ്പൈസസിൻ്റെ സ്മെല്ലെല്ലാം അങ്ങ് പോകും. ഇനി ക്ലീൻ ആയിട്ടുള്ള 2 ബൗളെടുത്ത് ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഈ കേക്ക് നമ്മൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് 3 മുട്ടയാണ് ആവശ്യം. ഇതിൻ്റെ എഗ് വൈറ്റും യോക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഗ് യോക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആദ്യം നമ്മൾ എഗ് വൈറ്റാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് 1 പിഞ്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പം ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ ബീറ്ററിലല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ് വൈറ്റ് നല്ലതുപോലെ ബീറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് യോക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ എപ്പോഴും പ്ലം കേക്ക് ചെയ്യുമ്പം ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്യാറുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. സാധാരണ ഷുഗർ 1/2 കപ്പ് ചേർത്താൽ മതി. പക്ഷേ ഇത് ചേർക്കുമ്പം കുറച്ചും കൂടി നല്ലതാണ് നമ്മുടെ കേക്ക്, ഉണ്ടെങ്കിൽ ചേർക്കുക. എഗ് യോക്ക് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ബ്രൗൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഷുഗർ നല്ലതുപോലെ മെൽറ്റ് ആകുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഷുഗറിൻ്റെ കളറൊക്കെ മാറി നല്ലതുപോലെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലിന് പകരമായിട്ട് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗർ ചേർത്ത് കൊടുക്കണം. അതിപ്പോൾ നോക്കി അത്യാവശ്യം നല്ല തിക്കായി 1/2 കപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ നമ്മളുടെ മിക്സിൻ്റെ കളർ തന്നെ ചേഞ്ച് ആവുകയാണ്. കണ്ടില്ലേ, ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു കളർ വന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കാഷ്യൂനട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂനട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആൽമണ്ട്സോ വാൾനട്ടോ എന്താ താല്പര്യം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം.
1 ടേബിൾ സ്പൂൺ ഹണി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നതിനോടൊപ്പം തന്നെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തതും കൂടി ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസും എഗ് വൈറ്റും എല്ലാം നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ഓവനിൽ 150 ഡിഗ്രിയിൽ ഒരു 1.25 മണിക്കൂറോളം ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഓവനിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലും സോസ് പാനിലും ഒക്കെ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ പാത്രം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 1 അവർ ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് കൊടുത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ലതുപോലെ ബേക്കായിട്ടുണ്ട്. എൻ്റെ ഓവനിൽ 1 മണിക്കൂറും 20 മിനിറ്റുമാണ് ബേക്കിംഗ് ടൈം വേണ്ടി വന്നത്. എല്ലാവരുടെയും അങ്ങനെ ആവണമെന്നില്ല. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അത് നോക്കിയിട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ കുറച്ച് ചൂടൊക്കെ ആറിയ ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ കുറച്ച് ചൂടാറിയ ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കേക്കിൽ ഒരു റിബണൊക്കെ കെട്ടി മേരി ക്രിസ്മസ് എന്നുള്ള സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ പ്ലം കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നോക്കിക്കേ, കാണാൻ തന്നെ അടിപൊളിയായിട്ടില്ലേ? ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളി. എപ്പോൾ കഴിച്ചാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കേക്കാണ്. ഗംഭീര ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ദിവസത്തിനേക്കാട്ടി അടിപൊളി ടേസ്റ്റാണ് 2 ദിവസം വെച്ചിരുന്നിട്ട് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന്. ഇതിപ്പോൾ ഞാനെടുത്ത് അടച്ചു വയ്ക്കുകയാണ് 2 ദിവസം കഴിഞ്ഞ് കഴിക്കാനായിട്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കേട്ടോ, വെളിയിൽ അടച്ചു വെച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ ഈ പ്ലം കേക്ക് ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.